ഹായ് ഗായ്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നെൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ ജോലിയെല്ലാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഒന്ന് ഹെയറൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന്. ഇപ്പോൾ അങ്ങനെ സ്കിൻ കെയറോ ഹെയർ കെയറോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന എയർ ഓയിൽ വന്നിട്ട് പാരച്യൂട്ടിൻ്റെ എയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുടി ചെടക്കൊക്കെ അറുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ എയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ടോ എൻ്റെ മുടിയാണ് കേട്ടോ, നല്ല രീതിയിൽ തന്നെ മുടി കൊഴിയുന്നുണ്ട്. അങ്ങനെ എയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് മുടിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ട് ഫേസൊക്കെ നല്ല രീതിയിലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകിയിട്ടുണ്ട്. എൻ്റെ ഫേസിലൊക്കെ നല്ല രീതിയിൽ പിമ്പിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വേറെ പാക്കോ കാര്യങ്ങളൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല. ഞാനിങ്ങനെ പിമ്പിൾസ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ കാണാം. എനിക്കിങ്ങനെ ഓൾഡ് മലയാളം മൂവീസ് കാണാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ആനിമേഷൻ മൂവി. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ചെറിയ കലാവിരുദ്ധം കൂടെ ഞാനിപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. വേറൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് പടം വരും, അത്രയേ ഉള്ളൂ. വലിയ രീതിയിലുള്ള പടം വരപ്പൊന്നുമില്ല, ചെറിയ ചെറിയ രീതിയിൽ എനിക്ക് തോന്നുന്ന കാണുന്ന പടം ഞാൻ നോക്കി അതുപോലെ വരയ്ക്കാറുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസമൊക്കെ ആവത്തേ ഉള്ളൂ. കണ്ടോ, ഇതിൽ 2-3 പടമേ ഉള്ളൂ. ഇതെല്ലാ ദിവസമൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് മൂഡ് വരുന്ന ടൈമിലൊക്കെയാണ് ഞാൻ പടം വരയ്ക്കാറുള്ളൂ. ഇതുപോലെ സിനിമ കാണുന്ന ടൈമിലൊക്കെ വരയ്ക്കാൻ തോന്നുകയാണെങ്കിൽ ഇരുന്ന് വരയ്ക്കും കേട്ടോ. പിന്നെ നമ്മൾ ഒത്തിരി നാളായി നമ്മളെ ചാനലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഉള്ളൊരു സാഹചര്യത്തിലല്ലായിരുന്നു. അനീഷേൻ്റെ അമ്മ നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 മന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈമൊക്കെ വന്നിട്ട് ഒരു 12:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ച സാർ ഇവിടെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ പണയിൽ ഇങ്ങനെ മരിച്ചിന് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടിക്കത്ത് 2-3 കമ്പ് അനീഷയുടെ മാറ്റി കൊടുക്കുന്നുണ്ട്. കൂടെ അടുത്തുള്ള ഒരു അങ്കിളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഒരിച്ച് മയക്കൊക്കെ കഴിച്ച് ഞാൻ മുറ്റടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മുറ്റടിക്ക് ഇറങ്ങിയപ്പോഴതാ ഇവിടെ കുറേ കാക്കക്കുട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെന്തൊക്കെയോ കൊത്തിപ്പറക്കി തിന്നുന്നുണ്ട്, എന്താണെന്ന് അറിയാൻ വയ്യ. പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ വീട്ടിൽ കുറച്ച് നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ മഷ്റൂം വാങ്ങിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മഷ്റൂം നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഫില്ലിങ്സ് എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത അടുപ്പിൽ തന്നെ നൂഡിൽസും കൂടെ ഒന്ന് വേവിക്കാൻ വെച്ചു. പിന്നെ ചേട്ടൻ്റെ പോറ്റിമാമി അവരെ വീട്ടിൽ ഉണ്ടായ നെല്ലിക്ക എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ലവലോലിക്ക. അപ്പോൾ അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉപ്പിലിട്ട് വച്ചാൽ നമുക്ക് അച്ചാറിടാമല്ലോ. അങ്ങനെ ഇത് ലവലോലിക്ക ആയതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് ഉപ്പിട്ട് വയ്ക്കാൻ. എന്നാൽ പെട്ടെന്ന് ഉപ്പ് പിടിച്ച് കിട്ടും കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മളെ ഹാളിലൊരു അതിഥി വന്നിട്ടുണ്ട്. പിന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിപ്പോൾ ഒരു രാത്രി ആയിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ വലുതായിട്ട് ഷൂട്ടോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ രാത്രിയിലത്തേക്ക് ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ചപ്പാത്തി ചൂടാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തി ചുടുന്നത്. പാക്കറ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ വരാം കേട്ടോ.